ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എന്റെ ബ്രൈഡ് അപർണയാണ് കേട്ടോ. ആളുടെ വെഡിങ് ലുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചങ്ങനാശ്ശേരിയിലാണ് വന്നിട്ടുള്ളത്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ലെൻസ് ആണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ആളുടെ ഫേസിൽ കുറച്ച് അൺവാണ്ടഡ് ഹെയർസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്തായിരുന്നു. അക്വ കളറിന്റെ നോട്ടി ബ്രൗൺ എന്നുള്ള ലെൻസ് ഷെയ്ഡാണ് വെച്ചിട്ടുള്ളത്. ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ടോണർ ആണ് യൂസ് ചെയ്യുന്നത്. മാക്കിന്റെ ആണ് കേട്ടോ പ്രൊഡക്റ്റ്. ആളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് മാത്രമല്ല, നെക്കിലും നമ്മൾ അതേ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാർട്ടിന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറച്ച് ഡ്രൈ ആണ്, ലിക്വിഡ് പ്രൊഡക്റ്റ് എല്ലാം ഡ്രൈ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല കവറേജും തരും കേട്ടോ. കണ്ണിന്റെ ഈ താഴത്തെ ഭാഗം കൺസീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കറക്റ്റർ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. അത് മാക്കിന്റെ ആണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പിഗ്മെന്റേഷൻ ഒന്നും അങ്ങനെ ഉള്ള ഫേസ് ഇല്ലായിരുന്നു. കണ്ണിന് താഴെയാണ് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നത്. അതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബേസ് ആയിട്ട് ക്രീം ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. അത് ഡെർമയുടെ പ്രൊഡക്റ്റ് ആണ്. അതിൽ കറക്റ്റ് സ്കിൻ ടോണിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ കറക്റ്റ് ഒരു ഷെയ്ഡ് തന്നെ ഫസ്റ്റ് ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആളുടെ നെക്കിന്റെ ഭാഗത്തെ കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. സെക്കൻഡ് ബേസ് ആയിട്ട് നമ്മൾ നാൾസിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല കവറേജും ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ആളുടെ കറക്റ്റ് സ്കിൻ ടോണിലാണ് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ സ്പോട്ടിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്താണ് കേട്ടോ ഞാൻ ഫുൾ ഫേസ് കവർ ചെയ്തിട്ടുള്ളത്. ഓയിലി നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. ഐബ്രോസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൗഡർ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഐബ്രോസിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ ഞാൻ കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ ഫിൽ ചെയ്യുന്നത്. മിഡിൽ ടു എൻഡ് വരെ കുറച്ച് ഡാർക്ക് ആയിട്ട് ഫിൽ ചെയ്തിട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോർഷൻ നന്നായിട്ട് ഡാർക്ക് ആയി പോവാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു ലുക്ക് വരാതിരിക്കാനാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപർണയുടെ ഐസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐ മേക്കപ്പ് ഒന്നും അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ആളുടെ കണ്ണ് തുറക്കുമ്പോ തന്നെ ആ ഒരു പോർഷൻ അങ്ങ് കംപ്ലീറ്റ്ലി ഹൈഡ് ആയി പോകുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കൊടുത്തിട്ട് സാരിക്ക് സ്യൂട്ട് ആവുന്ന ഒരു കളർ വെച്ചിട്ട് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് പാലറ്റ് ആയ ഹുദ ബ്യൂട്ടിയുടെ പാലറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഐ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ആളുടെ സാരിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഷിമ്മറും കൂടെ നമ്മൾ കാണിച്ചു കൊടുത്തു. ഒരു 2-3 ഷെയ്ഡ് ആളുടെ സാരിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. ആള് സെലക്ട് ചെയ്ത ഒരു ഷിമ്മർ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപർണയുടെ ഐ മേക്കപ്പ് വരെയുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബാക്കി വീഡിയോസിന്റെ ക്ലിപ്പ് ഒന്നും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ ഫുൾ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെവി കവറേജ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽ ലുക്കാണ് നമ്മൾ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആള് സാരി ഡ്രേപ്പിങ്ങിന്റെ കാര്യം എന്നെ കോണ്ടാക്ട് ചെയ്ത ടൈമിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒതുക്കി ഡ്രേപ്പ് ചെയ്ത് തരണം എന്നുള്ളത്. അപർണ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ബോഡി ഹഗ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ സാരി എല്ലാം ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപർണയുടെ ഹെയർ നല്ല കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് ക്രിംപ് ചെയ്ത് ഫുൾ റൂട്ടില് ബ്ലാക്ക് വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടൊക്കെയാണ് ഹെയർ സ്റ്റൈലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ ആയിട്ട് നമ്മൾ ബാക്കിലേക്ക് വെച്ചിട്ട് കോംപ് ചെയ്താണ് വിറ്റിട്ടുണ്ടായിരുന്നത്. ഫ്ലവർ സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് മുല്ലപ്പൂവും ചെത്തിയും തുളസിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപർണയുടെ വെഡിങ് ലുക്ക് ചെയ്യാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു എൻഗേജ്മെന്റ് ലുക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആളുടെ സ്ഥലത്തേക്ക് വരുന്നത്. 4 മണിക്ക് നമ്മൾ എത്തി. ഇതിൽ നേരത്തെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപർണയുടെ സെക്കൻഡ് സാരി ഡ്രേപ്പിങ്ങിന് വന്ന സാരി ഡ്രേപ്പിസ്റ്റ് നമ്മുടെ വർക്കിന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു വോയിസ് കേട്ടപ്പോൾ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിങ്ങനെ സെക്കൻഡ് സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറയാണ്, നിന്റെ മേക്കപ്പ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിനക്ക് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു, അത് ഫസ്റ്റ് ഓഫ് ഓള്. പിന്നെ ആ സമയം വരെ നിന്റെ മേക്കപ്പിനൊരു പാച്ചിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ ഹിന്ദു വെഡിങ് ഒക്കെ നല്ല ഈ
പള്ളിയിൽ വെച്ച് നടത്തുന്ന വെഡിങ് പോലെ അല്ല ഹിന്ദു വെഡിങ്. കുറച്ച് ചൂട് കൂടുതലായിരിക്കും, ടെൻഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഒഴുകി പോവാറാണ് പതിവ്. മേക്കപ്പ് മെസ്സി ആവാറാണ് പതിവ്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക് അടക്കം അതുപോലെ തന്നെ ഇരുന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റിംഗ് ആയിരുന്നു മേക്കപ്പ്. അപ്പൊ അപർണയുടെ ലുക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് കേട്ടോ. എൻക്വയറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റോ അല്ലെങ്കിൽ ഡിഎംഒ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവിധ വിശ്വസം ഉണ്ടാവണം. നന്നായിട്ട് ഇതൊന്നും ഇത് ഇഷ്ടപ്പെട്ടു. മൊത്തത്തില് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നന്നായി. രാവിലെ നിങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ സമയത്തിന് നിങ്ങൾ വന്ന് ചെയ്ത്. അപ്പൊ താങ്ക് യു സോ മച്ച്. 3 പേർക്ക്